ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഈ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം പറയാൻ തന്നെ എത്ര വട്ടം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തെന്നറിയോ. കാരണം ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ടച്ച് വിട്ടുപോയി. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ്, കുറേ ഗ്യാപ്പിന് ശേഷം എടുത്ത ആദ്യത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ശരിയാവുന്നില്ല. ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് സംസാരിച്ച് പോകാമെന്ന്. അപ്പോൾ നമ്മൾ വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മുടെ ദിശ മലയാളി യൂട്യൂബർ എന്ന് പറയുന്ന ഒരു ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രേക്കായിരുന്നു. എനിക്കൊന്ന് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടിട്ട് എനിക്കൊന്ന് 1 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എത്ര പേർക്ക് നമ്മുടെ ചാനൽ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എത്ര പേര് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് നമ്മുടെ ഹെയർ സ്റ്റൈൽസിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കയറി നോക്കും, വീഡിയോസൊക്കെ ഇട്ടൊന്ന് കയറി നോക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന കുറച്ച് കൺസീലേഴ്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കൺസീലേഴ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസീലറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഒക്കെ മേടിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫേസിലിടുമ്പോഴത്തേക്കും ആ ഒരു ഭംഗി ഉണ്ടാകത്തില്ല, കറക്റ്റ് നമ്മുടെ സ്കിൻ ടോണിലുള്ളതല്ലെങ്കിൽ. അപ്പം നമ്മളിപ്പോൾ കൺസീലർ മേടിക്കുമ്പോൾ ഏത് ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ എത്ര വില കൂടിയ സാധനം മേടിച്ചാലും അത് നമ്മുടെ സ്കിന്നിന് മാച്ച് ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ കൺസീലറിൻ്റെയും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഒക്കെ ഒരു പ്രശ്നം, കറക്റ്റ് സ്കിൻ ടോണ്, നമ്മുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ളത് മേടിക്കണം. ഇല്ലെങ്കിൽ അത് ഇട്ടതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നീറ്റ്നെസ് കിട്ടത്തുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു മേക്കപ്പ് നല്ല രീതിയിൽ ചെയ്തെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടോൺ അനുസരിച്ച് ഇതൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കൺസീലേഴ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കൺസീലർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഈ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ഷെയ്ഡ് ആയിരിക്കത്തില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കാണുക. ഇപ്പം മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം കറക്റ്റ് നിങ്ങളുടെ ആ ഒരു സ്കിൻ ടോണുമായിട്ട് ചേർന്ന് വരുന്ന ഒരാളുടെ വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മുടെ സ്കിൻ ഷെയ്ഡ് അല്ലാത്ത ഒരാളുടെ വീഡിയോ കണ്ട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് മേടിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസീലർ നോക്കാം. ആദ്യത്തേത് LA ഗേളിൻ്റെ ഈ LA ഗേൾ HD Pro കൺസീലറാണ്. അപ്പോൾ ഈ ഒരു കൺസീലർ ഞാൻ നമ്മുടെ പണ്ടത്തെ വീഡിയോസിലെല്ലാം മേക്കപ്പ് വീഡിയോസ് ചെയ്യുമ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫോണാണ്. അപ്പോൾ ഇത് കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസീലർ നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കൺസീലർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ ഡാർക്ക് സർക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസീലർ യൂസ് ചെയ്യാറ് ഡയറക്റ്റ് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുവാണെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു ആഷി പോലെ ഇരിക്കും, ഒരു ഈവൻ ടോൺ ആയിരിക്കത്തില്ല നമ്മുടെ ഫേസ്. ഇപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം മസ്റ്റായിട്ട് ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ എപ്പോഴും കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള എടുത്ത് മാത്രം ഞാൻ ഫേസിൽ കൺസീലർ യൂസ് ചെയ്യും. വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടാറില്ല. അതിനുശേഷം ഒരു പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസീലർ മേടിക്കുമ്പോൾ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള കൺസീലർ മേടിക്കുക. ഇനി ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറക്റ്റ് ഇത് യൂസ് ചെയ്യുന്ന ആ ഒരു ഷെയ്ഡ് നമ്മൾ കണ്ണിന് ചുറ്റും ഇടുവാണെങ്കിൽ ആഷി ആവാറുണ്ട്.
അല്ലേ? നിങ്ങൾക്ക് അറിയാം, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫേസിലുള്ള ഈ ഒരു സ്കിൻ ടോൺ ഉണ്ടല്ലോ, ഇതിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്കർ, അതായത് ഒരു ചെറിയ ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള കൺസീലർ മേടിക്കുക. എന്നിട്ട് അത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കറക്റ്റ് സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള കൺസീലർ അതിൻ്റെ താഴേക്ക് ഇടുക. എന്നിട്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യും ഈ ആഷി അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓറഞ്ച് കറക്റ്റർ, ഇത് എല്ലാ ഗേളിൻ്റെ തന്നെയാണ് കേട്ടോ. ഈ ഓറഞ്ച് കറക്റ്റർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു എന്താ പറയുക, ഫേസിൽ ഇങ്ങനെ എടുത്തറിയാത്ത നല്ല ഈവൻ ടോണായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡാർക്കർ, നമ്മുടെ ഈ ഒരു സ്കിൻ ടോണേക്കായും ഒരു ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള കൺസീലർ വാങ്ങിച്ചിട്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു ഈവൻ ടോണായിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് കൺസീലർ മറയ്ക്കുന്നത് എങ്ങനെയാണെന്നും, അതുപോലെ ഡാർക്കർ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് കൺസീലർ മറയ്ക്കുന്നത് എങ്ങനെയാണ്, അപ്പോൾ അത് തമ്മിലൊരു ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺസീലർ എല്ലാ ഗേളിൻ്റെ HD Pro കൺസീലർ ഷെയ്ഡ് ഫോൺ. അപ്പോൾ ഇത് കറക്റ്റ് സ്കിൻ ടോണ് മാച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു ഷെയ്ഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ചെറിയ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ IRL ഫിൽറ്റർ ഫിനിഷ് കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് C13.2 ആണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കൺസീലറാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സാധനം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡല്ല, എൻ്റെ സ്കിൻ ടോണിനേക്കായും ഒരു ഷെയ്ഡ് ഡാർക്കറാണിത്. അപ്പോൾ ഇത് ഞാൻ കൂടുതലും ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ണിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ ഈ മുഖത്തിൻ്റെ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കും. ഓക്കെ, എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കും. ഞാൻ ഇത്രയേ ചെയ്യാറുള്ളൂ. ഇനി ഇതിൻ്റെ പുറമെ നമ്മുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള കൺസീലറും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനങ്ങനെ ചെയ്യാറില്ല. എനിക്ക് കുറേ ലെയറായിട്ട് ചെയ്യുന്ന ഇഷ്ടം അല്ലാത്തതുകൊണ്ടാണ്. ആ ഒരു കവറേജ് എനിക്ക് ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു ഫിനിഷ് ഒന്നുകൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡിലുള്ള കൺസീലർ കൂടെ അതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഷി പോലത്തെ ഒന്നും ഉണ്ടാവത്തില്ല. നല്ല ഈവൻ ടോണായിട്ട് ഇരിക്കും. മേക്കപ്പ് നല്ല നീറ്റായിരിക്കും. സിമ്പിളായിട്ടുള്ള ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു മേക്കപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു കൺസീലറാണിത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു കവറേജും കിട്ടും. പിന്നെ എന്താ പറയുക, ബ്ലെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡാണിത് കേട്ടോ. ഇത് നല്ലൊരു കൺസീലറാണ്. എൻ്റെ ഫേവറേറ്റ് കൺസീലറാണിത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം നമുക്ക് ഓൺലൈനിൽ, അതായത് ആമസോണിലും അതുപോലെ തന്നെ മേക്കപ്പ് റെവല്യൂഷൻ്റെ സൈറ്റിലും ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെയിം ഷെയ്ഡ് ഇല്ല. അപ്പം ഇത് എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ. ആദ്യത്തെ ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ കുറേ തപ്പി, അത് വരുമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ആ സംഭവം ഓൺലൈനിലോ അല്ലെങ്കിൽ ഇവരുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ വെബ്സൈറ്റിലോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. പിന്നെ ഞാൻ ഡെസേർട്ട് കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണിത്. അങ്ങ് ലണ്ടനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഈ ഒരു സംഭവം. കാരണം എനിക്കിത് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കൺസീലിങ് ഷെയ്ഡാണ്. ഈ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം വേറെ കുറേ ബ്രാൻഡിനെ നോക്കിയിട്ടും എനിക്ക് ഈ സെയിം ഷെയ്ഡ് കിട്ടിയില്ല. അപ്പം ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്.
അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കൺസീലറാണ് ഈ ഒരു സംഭവം. എൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞ C13.2 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇനി ഒരു സെയിം ഷെയ്ഡ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടാഞ്ഞ കാരണം ഇതിൻ്റെ സെയിം ഷെയ്ഡ് മേക്കപ്പ് റെവല്യൂഷന് തന്നെ ഇത് ഫൗണ്ടേഷനാണ് കേട്ടോ. ഫൗണ്ടേഷൻ പ്ലസ് കൺസീലറാണ്, രണ്ടും കൂടെയാണ്. 2-in-1 ഫൗണ്ടേഷൻ ആൻഡ് കൺസീലറാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഏകദേശമല്ല സെയിം ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും ഒരു കൺസിസ്റ്റൻസി വരെ, കാരണം ഇത് ഫൗണ്ടേഷൻ ആണല്ലോ, അത്രയും ഒരു കവറേജ് ഇല്ല. കൺസീലറിൻ്റെ അത്രയും ഒരു കവറേജ് ഈ സംഭവം തരത്തില്ല. പക്ഷേ സെയിം ഷെയ്ഡാണ്. അപ്പോൾ ഇത് കിട്ടാത്ത കാരണം കുറേ കളയാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ കവറേജ് അത്ര ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ പിന്നീട് കുറേ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ക്ഷമയില്ലാത്ത കാരണം എൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. കാരണം ഇനി ഇത് നമ്മുടെ ആമസോണിലും അല്ലെങ്കിൽ മേക്കപ്പ് റെവല്യൂഷൻ്റെ വെബ്സൈറ്റിൽ കുറേ അടുത്ത് നോക്കി, നൈക്കി എല്ലാത്തിലും നോക്കി, ഒന്നുമില്ല. പിന്നെ ഞാൻ ഡെസേർട്ട് കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ഈ സംഭവം. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഷെയ്ഡും C13.2 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കൺസീലർ നോക്കാം. അടുത്തത് LA Girlൻ്റെ തന്നെയാണ്. ഇത് ഞാൻ ഒരു ഡാർക്കർ കൺസീലർ, ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു എൻ്റെ കറക്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇത് തീർന്നപ്പോൾ ഞാൻ കുറേ മേടിച്ച് ട്രൈ നോക്കിയത് കേട്ടോ. അതിലൊന്നാണ് ചെസ്നട്ട് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്. ഇതിനേക്കാൾ ഒരു പൊടിക്ക് കൂടെ ഡാർക്കർ ഷെയ്ഡാണിത്. കറക്റ്റ് സെയിം അല്ല, ഒരു പൊടിക്ക് കൂടെ ഡാർക്കർ ഷെയ്ഡാണ് ഈ ചെസ്നട്ട് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. അപ്പം ഇപ്പോൾ എൻ്റെ സ്കിൻ ടോണിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്കറാണ് നിങ്ങളുടെ സ്കിൻ ടോണെങ്കിൽ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. LA Girlൻ്റെ തന്നെ. LA Girlൻ്റെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നല്ല കൺസീലറാണ്. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യാറുള്ളതാണ്. നല്ല റിവ്യൂ ഉള്ള ഒരു കൺസീലറാണ്. ഇനി നെക്സ്റ്റ് കൺസീലർ എന്ന് പറയുന്നത് പാക്കിൻ്റെ ഒരു കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഡെസേർട്ട് സ്വീഡ്, അങ്ങനെയാണ് തോന്നുന്നു കേട്ടോ. ഡെസേർട്ട് സ്വീഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്, ഇത് ഏകദേശം നമ്മുടെ ഫോൺ ഉണ്ടല്ലോ, അതായത് LA Girlൻ്റെ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്, ഇതിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതും. ഇത് നല്ലൊരു കൺസീലറാണ്, അത്യാവശ്യം നല്ല കവറേജ് തരുന്ന ഒരു കൺസീലറാണ്. അപ്പോൾ ഇത് ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഇതിനൊരു ചെറിയ ഒരു ഓറഞ്ച് ഒരു ടിൻറ്റ് കൂടെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. നല്ല കവറേജ് തരുന്ന ഒരു കൺസീലറാണിത്. ഇതാണ് അടുത്തത്. നെക്സ്റ്റ് പാക്കിൻ്റെ തന്നെ ഒരു കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഹോട്ട് കൊക്കോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. സെയിം പാക്കിൻ്റെ തന്നെയാണ്. ഇത് എനിക്ക് നല്ല ഡാർക്കർ ഷെയ്ഡാണിത്. ഇത് എനിക്കൊന്ന് കോണ്ടൂറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാറില്ല. കോണ്ടൂറൊന്നും അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല അത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കോണ്ടൂറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. നല്ല ഡാർക്കർ ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് പോയപ്പോൾ ഞാനിങ്ങനെ മേടിച്ച് നോക്കിയതാണ്. പക്ഷേ കിട്ടിയപ്പം ഭയങ്കര ഡാർക്കറായിരുന്നു. അപ്പോൾ ഇതാണ് അടുത്തൊരു കൺസീലർ. നിങ്ങൾക്ക് ഞാൻ ഇത് ഇങ്ങനെ സ്വാച്ച് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഷെയ്ഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഇതിലേതെങ്കിലും ഷെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ള ഷെയ്ഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ഷെയ്ഡ് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എത്രത്തോളം ഡീപ്പർ ഷെയ്ഡാണ്, ലൈറ്ററാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇത് ഓറഞ്ച് കറക്റ്ററാണ്. നിങ്ങൾക്കിപ്പോൾ ഡാർക്കർ ഷെയ്ഡ് ഇല്ലെന്നുണ്ടെങ്കിൽ, കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സെയിം സ്കിൻ ടോണിലുള്ള കൺസീലറിന് മുന്നേ ആയിട്ട് ഓറഞ്ച് കറക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ട് സെയിം കൺസീലർ യൂസ് ചെയ്യാം. ഓറഞ്ച് കറക്റ്റർ കുറേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇനി സെയിം പാക്കിൻ്റെ തന്നെ എൻ്റെ ഈ വേറൊരു കൺസീലറുണ്ട്. ഈ ഒരു പോട്ടിൽ വരുന്ന ഈ ഒരു കൺസീലറാണ് സ്റ്റുഡിയോ HD കൺസീലർ. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നല്ല കവറേജ് തരുന്ന ഒരു കൺസീലറാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ എൻ്റെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള സെയിം എക്സാക്ട് മാച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഫൗണ്ടേഷന് പകരമായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺസീലറാണിത്. ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല.
അതുപോലെ ഇത് നമുക്ക് ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു കൺസീലറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വിലയുള്ളതാണ്. ഒരു 900 സംതിങ് ഒക്കെ റേറ്റ് വരുന്നതാണിത്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കവറേജ് ഉണ്ട്. നമുക്ക് ഡാർക്ക് സർക്കിൾസ് മറയ്ക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനും ഒക്കെ നല്ലൊരു കൺസീലറാണ്. അപ്പോൾ ഇത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ എൻ്റെ ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടല്ലോ, ഇവിടെ കിട്ടും, ഇവിടെ ഒരു പിമ്പിൾ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ കുറച്ച് മതി കേട്ടോ. ഭയങ്കര പിഗ്മെൻ്റാണ് സംഭവം. കണ്ടോ, ഇപ്പം തന്നെ അത് കുറേ ആയി. ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പം ഞാനിതിപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ നല്ലൊരു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വെഡ്ഡിങ് ഫങ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ കുറച്ച് മേക്കപ്പൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നല്ല കവറേജ് തരുന്ന അടിപൊളി ഒരു കൺസീലറാണിത്. പാക്കിൻ്റെ തന്നെ ഞാനിപ്പോൾ ഒരു 3 എണ്ണം നിങ്ങളെ കാണിച്ചു. ഒന്ന് ഇത്, പിന്നെ പാക്കിൻ്റെ ഈ 2 കൺസീലർ. നല്ലതാണിത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺസീലേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കൺസീലറിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് അങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല, ഒരു ഇടയ്ക്കൊക്കെ കുറച്ച് ഇങ്ങനത്തെ ഒരു ബ്രേക്ക് വരുന്നുണ്ട് സംസാരിക്കുന്നതിൽ. ഇനി അങ്ങോട്ട് ശരിയായിക്കോളും. ഫസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.